ഹായ് ഫ്രണ്ട്സ്, 15 വയസ്സുള്ള ഒരു ബാലൻ മൈതാനത്തിലേക്കിറങ്ങി. ഒറ്റയടിക്ക് ചെന്നൈ സൂപ്പർ കിങ്സിനെ പൂർണ്ണമായി തകർത്തെറിഞ്ഞു. ഒരു ലോക റെക്കോർഡ് മാത്രമല്ല, ഒരൊറ്റ തവണയിൽ ആകാശമേ അതിരായി മാറ്റി അടിച്ചു. ഈ ബാലന്റെ പേര് വൈഭവ് സൂര്യവംശി. ഈ 15 വയസ്സുള്ള ബാലൻ ക്രിക്കറ്റ് മൈതാനത്തേക്ക് കാൽ വയ്ക്കുമ്പോഴെല്ലാം എന്തോ ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിക്കുന്നു. ഞാനും അവനെ കാണണമെന്ന് വളരെ ആവേശത്തിലാണ്. ഈ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് വെറും 127 റണ്ണുകൾ മാത്രമേ നേടിയുള്ളൂ. അതുകൊണ്ട് വൈഭവ് സൂര്യവംശിക്ക് വലുതായി ബാറ്റിംഗ് ചെയ്യേണ്ട ആവശ്യം പോലും വന്നില്ല. CSK അല്പം കൂടുതൽ റണ്ണുകൾ നേടിയിരുന്നെങ്കിൽ അവൻ ഇനിയും കുറച്ചുനേരം ക്രീസിൽ നിന്ന് ആടുമായിരുന്നു. പക്ഷേ അവൻ ഉണ്ടായിരുന്ന അത്ര സമയത്ത് പന്തുകൾ ആകാശത്ത് ചുറ്റി ശരാശരി ബൗണ്ടറികൾ കടന്നുപോയി. ആ ചെറിയ ഇന്നിംഗ്സിൽ തന്നെ അവൻ മറ്റൊരു ലോക റെക്കോർഡ് സ്ഥാപിച്ചു. 2026 സീസണിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ ധമാക്കമാക്കി വൈഭവ്. തന്റെ സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ പുയൽ സൃഷ്ടിച്ചു. ടാർഗറ്റ് ചെറുതായിരുന്നിട്ടും ചെന്നൈയെ പൂർണ്ണമായി തകർത്തു. രാജസ്ഥാൻ റോയൽസിന് മഹത്തായ വിജയം സമ്മാനിച്ചു. യഥാർത്ഥത്തിൽ ഈ അത്ഭുത വിജയം മുഴുവനും വൈഭവ് സൂര്യവംശിയുടെ പുയലിന്റെ ഫലമായിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിനെ പൂർണ്ണമായി ബാൻഡ് വെച്ചു. 15 വയസ്സുള്ള ബാലൻ. എതിരിൽ അനുഭവസമ്പന്നരായ മഹാരഥന്മാർ ആടുകയായിരുന്നു. പക്ഷെ അവൻ ഒട്ടും ഭയപ്പെട്ടില്ല. വാ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന മട്ടിലാടി. ടക് 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 എന്ന് ചെന്നൈയെ പൂർണ്ണമായി അവസാനിപ്പിച്ചു. 17 പന്തുകളിൽ 52 റണ്ണുകൾ, 5 സിക്സറുകൾ, 4 ഫോറുകൾ. 17 പന്തുകളിൽ 9 പന്തുകൾ ബൗണ്ടറി കടന്നു. 30 റണ്ണുകൾ ഇവിടെ, 16 റണ്ണുകൾ അവിടെ. അതായത് 9 പന്തുകളിൽ തന്നെ 46 റണ്ണുകൾ കൂട്ടിച്ചേർത്തു. അതും വളരെ എളുപ്പത്തിൽ. മൊത്തം 17 പന്തുകളിൽ 52 റണ്ണുകൾ. ഒരു തവണ ആലോചിച്ചു നോക്കൂ ഫ്രണ്ട്സ്. ഇനിയും 10 പന്തുകൾ കൂടി ആടിയിരുന്നെങ്കിൽ 27 പന്തുകളിൽ തന്നെ 100 റണ്ണുകൾ നേടിയേനെ. വൈഭവ് സൂര്യവംശിക്ക് ഹാറ്റ്സ് ഓഫ്. അവൻ ആടുന്ന രീതി കണ്ടാൽ യഥാർത്ഥത്തിൽ എത്രയോ രസം വന്നു. സൂര്യവംശി 15 പന്തുകളിൽ തന്നെ 50 റണ്ണുകൾ പൂർത്തിയാക്കി. ഇത് IPL-ൽ ഏറ്റവും വേഗത്തിൽ 50 റണ്ണുകൾ നേടിയ റെക്കോർഡാണ്. IPL ചരിത്രത്തിൽ ഏതൊരു 15 വയസ്സുള്ള ബാലനും ഇത്ര കുറഞ്ഞ പന്തുകളിൽ 50 റണ്ണുകൾ നേടിയിട്ടില്ല. എനിക്കറിയാവുന്നത്രയും 15 വയസ്സിൽ IPL-ൽ ആടിയവരും വളരെ കുറവാണ്. വൈഭവ് സൂര്യവംശി യഥാർത്ഥത്തിൽ അസാധാരണമായ കളിക്കാരനാണ്. അവൻ നിരന്തരം പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് എതിരാളികളെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഇതിനു മുൻപ് IPL 2025-ൽ 17 പന്തുകളിൽ 50 റണ്ണുകൾ നേടിയിരുന്നു. ഇപ്പോൾ ആ റെക്കോർഡിനെ കൂടുതൽ മെച്ചപ്പെടുത്തി 15 പന്തുകളിൽ തന്നെ 50 റണ്ണുകൾ നേടിയിരിക്കുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് 127 റണ്ണുകൾ മാത്രമേ നേടിയുള്ളൂ. അതിൽ തന്നെ വൈഭവ് 52 റണ്ണുകൾ നേടി ചെന്നൈയെ പൂർണ്ണമായി അവസാനിപ്പിച്ചു. ഒരു തവണ ആലോചിച്ചു നോക്കൂ. ചെന്നൈ അല്പം കൂടുതൽ റണ്ണുകൾ നേടിയിരുന്നെങ്കിൽ അവൻ ഇനിയും കുറച്ചുനേരം ആടി 100 റണ്ണുകൾ നേടിയേനെ. വീണ്ടും ഒരു വലിയ ധമാക്കമാക്കി എല്ലാവരെയും മന്ത്രമുഗ്ധരാക്കിയേനെ. രാജസ്ഥാൻ റോയൽസിനെ 6 ഓവറുകളിൽ തന്നെ 74 റണ്ണുകൾ വരെ എത്തിച്ചു. അവർക്ക് ജയിക്കണമെങ്കിൽ 127 റണ്ണുകൾ വേണമായിരുന്നു 20 ഓവറുകളിൽ. പക്ഷേ 6 ഓവറുകളിൽ തന്നെ പകുതിയിലധികം റണ്ണുകൾ നേടിച്ചു. അതിനുശേഷം തന്റെ ജോലി പൂർത്തിയാക്കി സുഖമായി പോയിരുന്നു. അവൻ ഇനിയും 15 വയസ്സുള്ള ചെറിയ ബാലനല്ലേ. അല്പം വിശ്രമവും ആവശ്യമാണ്. പകുതിയിലധികം ജോലി അവൻ തന്നെ ചെയ്തു. 74 റണ്ണുകളിൽ 52 റണ്ണുകൾ ഒറ്റയ്ക്ക് നേടി. അതിനുശേഷം രാജസ്ഥാൻ റോയൽസിന് വലുതായി ചെയ്യേണ്ട ജോലിയൊന്നും ശേഷിച്ചില്ല. വൈഭവ് സൂര്യവംശി അവരുടെ വിജയമുറപ്പാക്കി. 2026 സീസൺ വിരാട് കോഹ്ലി സീസൺ ആകുമെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. അതേപോലെ ഈ സീസൺ വൈഭവ് സൂര്യവംശി സീസൺ ആകുമെന്ന് തോന്നുന്നു. അവന്റെ ആംധി, പുയൽ, അഗ്നി, ഗോളം എല്ലാം ഈ സീസണിൽ കണ്ടേണ്ടതുണ്ട്. അതുകൊണ്ട് രാജസ്ഥാൻ റോയൽസിന്, പ്രത്യേകിച്ച് വൈഭവ് സൂര്യവംശിക്ക് ഈ അത്ഭുതകരമായ വിജയത്തിനും ലോക റെക്കോർഡിനും ഹൃദയപൂർവമായ അഭിനന്ദനങ്ങൾ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ പാരി എങ്ങനെ തോന്നി? കമന്റിൽ തീർച്ചയായും പറയൂ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും അത്തരം അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളൂ.